ഇന്ന് അടൂർ പ്രകാശിൻ്റെ പടം ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ പല ആളുകളും എൻ്റെ ചിത്രം എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. ഞാൻ ആരോടും കൈതട്ടി മാറ്റി ചിത്രം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരോടൊപ്പം നിന്ന് പടം എടുക്കും. അത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത് എൻ്റെ കടമയും ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ കള്ളന്മാരും ദുഷ്ടന്മാരും ആണെന്ന് മനസ്സിലാക്കിയാൽ അവരെ മാറ്റി നിർത്തും. അങ്ങനെ മാറ്റി നിർത്തുന്ന പല ആളുകളുമുണ്ട്. അത് നിങ്ങൾക്കും അറിയാം. ഞാനതേക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളുണ്ട് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളുടെ ദൗത്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കണം. ആ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ മുഖഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അല്ല, ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണല്ലോ ഇത്. ഗൂഢാലോചന എങ്ങനെയൊക്കെ നടത്തിയാലും ഈ ഗൂഢാലോചനയിൽ UDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇനി ആരൊക്കെ ഇതിൻ്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാലും UDF അധികാരത്തിൽ വരും. അത് വരുന്നത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ വരുമെന്ന് പൂർണ്ണമായ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഞാൻ അത് തന്നെയാണല്ലോ പറഞ്ഞത്. ഇന്നലെ നേരത്തെ തന്നെ എന്നെ അറിയിച്ചനുസരിച്ച് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ ഇന്നലെ സമയം കണ്ടെത്തി അവിടെ പോയത്. ആ സമയം കണ്ടെത്തി പോയി അവരെ എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുകയുണ്ടായി. പക്ഷേ അത്തരം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്ന അവസരത്തിലും പുറത്ത് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന് ആ വാർത്തകൾ കൊടുക്കാൻ വേണ്ടി LDF ഗവൺമെൻറ് ചില ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ എടുത്തു പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വരും എന്നെനിക്ക് നന്നായിട്ടറിയാം. അവരുടെ പേരുകൾ എടുത്തു പറയും. അത്തരം ആളുകൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് പുറത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നതും ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ല, എന്നോട് ഒളിച്ചോടി പുറകിൽ പോകാനുള്ള വഴിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇതിലെ പുറത്തോട്ട് പോകാനുള്ള വഴി മാധ്യമങ്ങൾ മുമ്പിൽ നിൽപ്പുണ്ട്. മാധ്യമങ്ങളെ കാണാതെ തന്നെ പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ട് എന്ന് ചില ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിച്ചു. പക്ഷേ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ അവരെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അവരെന്നെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവരെ കണ്ടതിന് ശേഷമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും ഇറങ്ങി നേരെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത്. അല്ല, അതിന് സംശയം വല്ലതും ഉണ്ടോ? ഇന്നിപ്പോൾ ഇത് വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമം നടക്കുകയാണ്. SIT കോടതി ഏൽപ്പിച്ച ജോലി എന്താണ്? ആ ജോലി അനുസരിച്ച് SIT ആ ജോലികൾ ഏറ്റെടുത്ത് നിറവേറ്റപ്പെടേണ്ടതിന് പകരം ഇന്ന് മറ്റു പല തരത്തിലും വളച്ചൊടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമം നടക്കുന്നു. ആ ശ്രമത്തെ ഞങ്ങൾ കൃത്യമായി എതിർക്കും. ഞങ്ങളാണ് ഇത് UDF ആണ് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവരാൻ ഉള്ള കാരണക്കാർ. ഞങ്ങളത് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എന്തായാലും കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ ഇത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുകയാണ് ചെയ്തത്. അതുകൂടാതെ അതിനകത്ത് തന്നെ ചില ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും രണ്ടാമത്തെ തിരികെ കയറ്റി. അപ്പോഴവിടെയാണ് നമുക്ക് ഉള്ള സംശയങ്ങൾ എന്ന് പറയുമ്പോൾ SITയെ അത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഞാൻ വെങ്കടേഷ് അദ്ദേഹത്തിനൊന്നും ഞാൻ കണ്ടില്ല. അതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നതിൽ SP ആണ് എന്നെ വിളിച്ചിരുന്നത്. ശശിധരൻ, അതെ, അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ്. അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരണം എന്ന് പറഞ്ഞു. ഞാൻ പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, മടങ്ങി വന്നു.
ഹൈക്കോടതി ശരിയായ നിലയിലാണ് അന്വേഷണം പോകുന്നതെന്ന് ഇടയ്ക്ക് പറയുന്നത്. അല്ല, അത് കോടതിയൊക്കെ കണ്ടെത്തും. ഇനിയിപ്പോൾ ഉള്ള നാളുകളിൽ കോടതിയൊക്കെ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ അവസരത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. SIT അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. അന്വേഷണം വളച്ചൊടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് അടൂർ പ്രകാശ് പറയുന്നു. UDF ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നത്. ഇതിൽ തന്നോട് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ വന്നു. ഏതായാലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് ആവശ്യപ്പെടുകയുമാണ് തന്നോട് ചെയ്തത്. ആ സ്റ്റേറ്റ്മെന്റ് താൻ നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത്. SITയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.